നമസ്കാരം, ഞാൻ ജിഷോയ്. മലപ്പുറം ജില്ലയിലെ തവനൂരാണ് സ്ഥലം. ഇവിടെ മെയിനായിട്ട് നമുക്ക് വന്ന ശല്യമാണ് കാട്ടുപന്നി. കൃഷിയിടത്തിൽ നമ്മുടെ ഈ തോട്ടത്തിൽ വാഴയും എല്ലാം കൂടെ വന്നിട്ട് പന്നി കുത്തി നശിപ്പിക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു. നമുക്ക് നെൽത്തോട്ടത്തിലും അങ്ങനെ തന്നെയാണ് മെയിനായിട്ട് വന്നിരുന്നത്. കാട്ടുപന്നി വന്നിട്ട് നെല്ല് മുഴുവൻ നാശമാക്കും, അതുപോലെ തന്നെ വാഴകൾ കുത്തി നശിപ്പിക്കുക. അപ്പോൾ അതിനെ കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫലപ്രദമായിട്ട് അതിനെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു വഴി എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു എക്യുപ്മെൻറ്റിൽ എത്തിയത്. കാർഷിക പ്രവർത്തനങ്ങളിൽ കാട്ടുപന്നി ശല്യം ഇപ്പോൾ അതിരൂക്ഷമാണല്ലോ. നെല്ലിലും നേന്ത്രവാഴ കൃഷിയിലും കിഴങ്ങു കൃഷികളിലുമെല്ലാം കർഷകരുടെ ദുരിതമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ കാട്ടുപന്നികൾ. പന്നിശല്യം മൂലം ഗത്യന്തരമില്ലാതെ കൃഷി ഉപേക്ഷിച്ചവരുമുണ്ട്. എന്നാലിതാ കാട്ടുപന്നിയെ തുരത്തുന്നതിനായി ഒരു യന്ത്രം പുറത്തിറങ്ങിയിരിക്കുന്നു. പന്നി വരുന്ന സമയത്ത്, പന്നി എപ്പോഴാണ് നമ്മുടെ ഫാമിലേക്ക് എൻട്രി ചെയ്യുന്നത്, ആ ഒരു സമയത്ത് അതിന് പ്രത്യേക തരം സൗണ്ടും അതുപോലെ തന്നെ ലൈറ്റും ഉണ്ടാക്കിയിട്ട് പന്നിനെ മാക്സിമം നമ്മുടെ ഫാമിൽ നിന്ന് തുരത്തുക. ഫാമിലേക്ക് പന്നി എത്താതെ മാക്സിമം അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ സെക്യൂരിറ്റി ആയ സ്ഥലങ്ങൾ, അതായത് നമ്മുടെ ഫാം ആയിക്കോട്ടെ വയലായിക്കോട്ടെ, അവിടെ നിന്ന് പന്നീനെ ഓട്ടിക്കുക. അങ്ങനെ ഒരു ചിന്തയിലാണ് നമ്മൾ ഈ ഒരു ഫാം ഗാർഡിൻ്റെ പരിപാടിയിലേക്ക് എത്തിയത്, ഫാം ഗാർഡിലേക്ക് എത്തിച്ചേർന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആർക്കും ഓപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന പോലെ തന്നെയാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാട്ടുപന്നിയെ അകറ്റുന്ന ഫാം ഗാർഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ തവനൂർ വലിയ വീട്ടിൽ ജിഷോയ് എന്ന യുവപ്രതിഭയാണ് കർഷകർക്ക് ആശ്വാസമായി ഫാം ഗാർഡ് എന്ന നൂതന യന്ത്രം ചെലവ് കുറഞ്ഞ രീതിയിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഒരു സെൻസറും ഒരു ബാറ്ററിയും ഒരു സൗണ്ടും ഉണ്ടാവുന്നത്. എപ്പോഴും സൗണ്ട് ഉണ്ടാവില്ല. ഈ സൗണ്ട് നമ്മൾ ഫാമിലേക്ക് പന്നി എപ്പോൾ എൻ്റർ ചെയ്യുന്നു അപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പന്നി പോയി കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവില്ല, ലൈറ്റും ഉണ്ടാവില്ല, വളരെ നിശബ്ദമായിട്ട് നിൽക്കും ചെയ്യും. അതുകൊണ്ട് വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ എല്ലാം നല്ല റിസൾട്ടാണ് എല്ലാവരും പറയുന്നത്. കാട്ടുപന്നീനെ ഈ ഏരിയ, കാട്ടുപന്നിയുടെ റൂട്ട് നമ്മുടെ ഏരിയയിൽ നിന്ന്, നമ്മുടെ ഫാമിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ഇതുവരെ ഈ എക്യുപ്മെൻ്റ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പന്നിക്ക് മാത്രമല്ല, ഇത് മാൻ തിന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ചിലർ വേറെ മറ്റു മൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ കൊല്ലുന്നില്ല, എന്നാൽ പിന്നെ നമുക്കൊട്ട് ശല്യം ഇല്ലാത്ത രീതിയിൽ മൃഗങ്ങളിൽ നിന്ന് നമ്മുടെ കൃഷിയിടത്തിന് പ്രൊട്ടക്ട് ചെയ്യാം. ഉപകരണം പ്രവർത്തിക്കുന്ന വെച്ചാൽ ബാറ്ററി ഓപ്പറേറ്റ് ചെയ്യുന്ന ഉപകരണമാണ്. ഫുള്ളൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയിൽ വെച്ചിട്ട് നമ്മളൊരു ലൈറ്റും ഒരു സൗണ്ടും ഉണ്ടാവും. അതായത് മൃഗം എന്ത് ജീവിയാണോ, ബോഡി ഹീറ്റിലുള്ള എന്ത് സാധനം നമ്മുടെ ഏരിയയിലേക്ക് എൻ്റർ ചെയ്താൽ, നമ്മുടെ ഏരിയയിലേക്ക് കടന്നു വന്നാൽ അപ്പോൾ തന്നെ ലൈറ്റും ഉണ്ടാവും, സൗണ്ടും ഉണ്ടാവും. അപ്പോൾ ഈ സൗണ്ടും ലൈറ്റും ഈ പന്നികൾക്കും മറ്റും ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടുള്ള സൗണ്ട് ആണ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഇവിടെ നിന്ന് എന്തെങ്കിലും അതിന് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ പേടിച്ച് ഓടിപ്പോവാണ് ചെയ്യുന്നത്. അത് നമ്മൾ 2-3 തവണ വന്നിട്ട് അത് ഒരേപോലെ ഇത് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ 4ാമത്തെ വട്ടം ഈ സാധനം കണ്ട് തന്നെ വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി ഇതിനൊരു പേടി വന്നിട്ട് ഇത് ഈ ഭാഗത്ത് നിന്ന് തന്നെ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നമുക്കത് പന്നിക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ കൊണ്ടുപോയിട്ട് അവരൊക്കെ നല്ല റിസൾട്ടാണ് പറയണതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. യന്ത്രം കൃഷിയിടത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ചൂടുള്ള ഏതുതരം ജീവിയും ഫാമിലേക്ക് പ്രവേശിച്ചാൽ ഗ്രഹിച്ചെടുക്കുന്ന യന്ത്രം പ്രകാശിച്ചും പലവിധ ശബ്ദങ്ങൾ മുഴക്കിയും ജീവികളെ ഫലപ്രദമായി അകറ്റുന്നതാണ് യന്ത്രത്തിൻ്റെ പ്രവർത്തനം. ഇതിന് വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുക. ബാക്കിലൊരു സ്വിച്ചാണ് അതിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ജസ്റ്റ് ഓൺ ആക്കി വെക്കുക മാത്രമേ ഉള്ളൂ.
ഇത് നമ്മൾ ബാറ്ററി ആയതുകൊണ്ട് അടിയിലൊരു ചെറിയ ചാർജർ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ 3 മാസം ഡെയിലി വരുന്നിടത്ത് 3-4 മാസം കൂടുമ്പോൾ കൊണ്ട് ചാർജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സോളാർ പാനൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയാൽ വേണ്ട, യാതൊരു പ്രശ്നവുമില്ല. ഫ്രീ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ബ്ലാക്ക് കളറായിട്ടൊരു പൈപ്പ് പോലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വേറെ ആരും പിന്നെ എടുത്തുകൊണ്ട് പോകാന്നുള്ള ശല്യം ഇതുവരെ വന്നിട്ടില്ല. അതാണ് നമുക്ക് മനുഷ്യന്മാരെയാണ് ഏറ്റവും പേടിക്കേണ്ടത്. അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ വന്ന് കേട്ടില്ല. കാരണം ഇതൊരു ചെറിയൊരു പൈപ്പ് കഷ്ണം പോലെ കിടക്കുന്നതുകൊണ്ട് ആരും ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. കുടുംബത്തിൻ്റെയും സുഹൃത്ത് അഭിജിത്തിൻ്റെയും പിന്തുണ യന്ത്രനിർമ്മാണത്തിന് ജിഷോയ്ക്ക് സഹായകരമായിട്ടുണ്ട്. നമ്മളിത് പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്ക് മറ്റു മൃഗങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുണ്ടേരി ഫാമിൽ കൊണ്ടുവച്ച് നോക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് ആനയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ആന ഇതിൽ ഇതുവരെ വരുന്നില്ല. നമ്മൾ എൻ്റർ ചെയ്ത് ഡെയിലി ആന വന്നിരുന്ന സ്ഥലത്തേക്ക് ആന പെട്ടെന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഈ സൗണ്ട് കണ്ടിട്ട് പേടിച്ചിട്ടാണെന്ന് അറിയില്ല. പിന്നീട് ആനയും ആ റൂട്ടിലേക്ക് നിർത്തിയിട്ടുണ്ട്. നമ്മൾ പാലക്കാട് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് മാവുംതോട്ടത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എൻ്റർ ചെയ്തിരുന്ന മാൻ പിന്നെ ആ ഭാഗത്തേക്ക് എൻ്റർ ചെയ്യാതെയായി. അങ്ങനെ മാനിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇതുവരെ കേട്ടുള്ള റിസൾട്ട്. പന്നികളെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നെൽവയലുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, വാഴത്തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പന്നി വരുന്ന ഈ കപ്പ കൃഷി, അങ്ങനെ കിഴങ്ങ് കൃഷി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പന്നിക്ക് നല്ല ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ 4 തരം സൗണ്ടാണ് വരുന്നത്. ഇതിൽ നമ്മൾ തന്നെ ആനയ്ക്കൊക്കെ വേണ്ടിയിട്ട് അവർ പറയുന്നത് കേട്ടിട്ട് നമ്മളിപ്പോൾ കൂടുതലായിട്ട് സൗണ്ടുകൾ ഉൾപ്പെടുത്തിയിട്ട് മറ്റ് മൃഗങ്ങളുടെ, അതായത് പുലി, മറ്റ് ആന, നായ കുറയ്ക്കുന്ന അങ്ങനത്തെ മറ്റ് മൃഗങ്ങളുടെയും സൗണ്ട് ഉൾപ്പെടുത്തിയിട്ട് ഒന്നും കൂടെ വിപുലീകരിച്ച് ആനയ്ക്ക് ഒന്നും കൂടെ സെറ്റപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിൽ അവർ ആനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല ഫലപ്രദമായെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വർക്ക് ഏകദേശം ആയിട്ടുണ്ട്. മറ്റു മൃഗങ്ങളുടെ സൗണ്ടും കൂടെ ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ടും ആന എൻ്റർ ചെയ്യുന്നത് ഒഴിവാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് അത് നമ്മൾ പരീക്ഷണത്തിലാണ് ശ്രമിക്കുന്നത്. യന്ത്രം കൃഷിയിടത്തിൽ സ്ഥാപിക്കുവാൻ താൽപ്പര്യമുള്ളവർ ജിഷോയുമായി ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.